രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് പറയണത് അധ്യായം 7ആണ്. 7ാമത്തെ അധ്യായത്തിൽ പറയണത് സൂത പൗരാണികൻ ശൗനകാദികളോട് പറഞ്ഞു കൊടുക്കുകയാണ് പുരാണങ്ങളുടെ ലക്ഷണങ്ങൾ. അതിനെക്കുറിച്ച് പുരാണങ്ങളെയും പുരാണ ലക്ഷണങ്ങളെയും കുറിച്ചിട്ടാണ് ഇതിൽ പറയണത്. പുരാണ ലക്ഷണങ്ങളാണ് സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, മുക്തി, നിരോധം, ആശ്രയം നിരോധം, മുക്തി, ആശ്രയം എന്നിങ്ങനെ 10 ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. പുരാണ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ആ ലക്ഷണങ്ങളോടി വേദസാരത്തെ പ്രതിപാദിക്കുന്നതാണ് പുരാണങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. മഹാപുരാണങ്ങളാണ് ഇതൊക്കെ. പിന്നെ സർഗം, വിസർഗം, വംശം, മന്വന്തരം, വംശാനുവരിതം എന്ന് പറഞ്ഞ 5 ലക്ഷണങ്ങളോട് കൂടിയിട്ട് ഉപപുരാണങ്ങളും കുറേ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഉള്ള മഹാപുരാണങ്ങളുടെ പേരുകളൊക്കെ പറയേണ്ടതിൽ മഹാപുരാണങ്ങളുടെ പേരാണ് ഉപപുരാണങ്ങൾ. മഹാപുരാണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ബ്രഹ്മാണ്ഡ പുരാണം, പത്മപുരാണം, വൈഷ്ണവ പുരാണം, പിന്നെന്താ ശൈവപുരാണം, ലൈംഗപുരാണം, ഗരുഡ പുരാണം, നാരദീയം, ഭാഗവതം, ആഗ്നേയം, സ്കാന്ദപുരാണം, അങ്ങനെയുള്ള പുരാണങ്ങളെ കുറിച്ചിട്ട് പറയണം. 18 പുരാണങ്ങളുടെ പേരുകൾ. ഭവിഷ്യത് പുരാണം, ബ്രഹ്മവൈവർത്തം, മാർക്കണ്ഡേയ പുരാണം, വാമന പുരാണം, വാരാഹം, മത്സ്യം, കൗർമ്മം, ബ്രഹ്മാണ്ഡം, ഇങ്ങനെ 18 പുരാണങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അവരിലുള്ള ആചാര്യന്മാരെ കുറിച്ച് പറയണു. രോമാഷണൻ, ത്രയ്യാരുണി, കശ്യപൻ, സാവർണി, ആകൃതവ്രണൻ, വൈശമ്പായനൻ, ഹാരിതൻ, കുറേയുള്ള പുരാണ ആചാര്യന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പുരാണ ആചാര്യന്മാരെ കുറിച്ച് പറയുമ്പോഴാണ് വ്യാസമഹർഷി അതൊക്കെ പ്രചരിപ്പിച്ചിട്ടാണ് പുരാണങ്ങളെയും പുരാണ ലക്ഷണങ്ങളെയും പുരാണ ആചാര്യന്മാരെയും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരേനെയൊക്കെ ഇതൊക്കെ സ്മരിച്ചാൽ തന്നെ പാപശാന്തിയും ഭക്തി ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴാണ് ഇവർ പറയുക, എന്ത് മാർക്കണ്ഡേയൻ്റെ പുരാണ ആചാര്യനായ മാർക്കണ്ഡേയൻ്റെ കഥ പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ അടുത്ത അധ്യായം മുതൽ മാർക്കണ്ഡേയൻ്റെ കഥയാണ്. അങ്ങനെയുള്ള ഈ പുരാണ ലക്ഷണങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ സ്മരിച്ചാൽ ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.